ഈ ശത്രു സൈന്യം ഞങ്ങളെ വളഞ്ഞിരിക്കുന്നു, അതുകൊണ്ട് ഞങ്ങൾക്ക് ആ സുരക്ഷ ലഭിക്കുമോ ഇല്ലയോ എന്നുള്ള ചിന്ത അവരെ ഭരിക്കുമ്പോൾ ദൈവം താൻ സ്വയം യിരെമ്യാവ് മുഖാന്തരം അവർക്കൊരു ഉറപ്പ് കൊടുക്കുകയാണ്. സ്തോത്രം. എന്നെ കേൾക്കുന്ന പ്രിയ ദൈവത്തിൻ്റെ പൈതലേ, ഇന്ന് രാത്രി നീ ഏത് വിഷയത്തിന്മേൽ ഭാരപ്പെട്ട് മുന്നോട്ട് പോകുവാൻ വഴിയില്ലാതെ, മുന്നോട്ട് പോകുവാൻ സാധിക്കാതെ, ഹല്ലേലൂയ, ഏതെങ്കിലും വിഷയത്തിൽ നീ ഭാരപ്പെട്ടിരിക്കുകയാണോ? മാനസികമായ സംഘർഷത്തിലാണോ? മാനസികമായ പിരിമുറുക്കത്തിലാണോ? ശുശ്രൂഷയിൽ ശോഭിക്കാൻ കഴിയാതെ ഞെരുങ്ങിക്കൊണ്ടിരിക്കുകയാണോ? ദൈവം ഏൽപ്പിച്ചിരിക്കുന്ന ശുശ്രൂഷ അത് വേണ്ട വിധത്തിൽ ചെയ്തെടുക്കുവാൻ കഴിയാതെ ഭാരപ്പെടുകയാണോ? കുടുംബം പുലർത്തുവാൻ ഭാരപ്പെടുകയാണോ? സാമ്പത്തികമായ ഞെരുക്കത്തിലാണോ? ശാരീരിക ക്ലേശങ്ങളിലാണോ? മാനസികമായ സംഘർഷങ്ങളിലൂടെയാണോ നീ കടന്നു പോകുന്നത്? എന്നാൽ ഇന്ന് രാത്രി കർത്താവിന് പറയാനുള്ള ഒറ്റ കാര്യമേ ഉള്ളൂ: ഞാൻ സകല ജഡത്തിൻ്റെയും ദൈവമായ യഹോവയല്ലോ, എന്നാൽ കഴിയാത്ത വല്ല കാര്യവുമുണ്ടോ? സ്തോത്രം. നീ ഞെരുങ്ങുന്ന ഞെരുക്കം വലുതായിരിക്കാം. നിന്നെ ഞെരുക്കിയ ശത്രുവിൻ്റെ ഹല്ലേലൂയ അവൻ്റെ ശക്തി ചിലപ്പോൾ നീ ഉദ്ദേശിക്കുന്നതിനേക്കാൾ ഇരട്ടിയായിരിക്കാം. പക്ഷെ ഇതിനേക്കാളെല്ലാം അപ്പുറമായ ദൈവം, ഹല്ലേലൂയ, ദൈവത്തിൻ്റെ മഹാശക്തി, നീട്ടിയ ഭുജം, ബലമുള്ള കരം, ഹല്ലേലൂയ, ആർക്കും തകർക്കാൻ പറ്റാത്തതായ ദൈവത്തിൻ്റെ സാന്നിധ്യം. ദൈവത്തിൻ്റെ വചനം ഇങ്ങനെയാണ് പറയുന്നത്. എബ്രായ ലേഖനം നമ്മൾ വായിക്കുന്നുണ്ട്, നമ്മുടെ ദൈവം ദഹിപ്പിക്കുന്ന അഗ്നിയല്ലോ. അങ്ങനെയെങ്കിൽ നമ്മുടെ ദൈവം ദഹിപ്പിക്കുന്ന അഗ്നിയാണ്. തൻ്റെ ജനത്തിനു വേണ്ടി ഹല്ലേലൂയ ദൈവം പ്രവർത്തിക്കുന്നവനാണ്. ഹല്ലേലൂയ. തൻ്റെ ജനത്തെ നശിപ്പിക്കുന്നവനല്ല. ചിലപ്പോൾ ദൈവത്തോടടുക്കുവാൻ, ദൈവത്തോട് കൂടുതൽ ഹല്ലേലൂയ ദൈവസന്നിധിയിലേക്ക് കൂടുതൽ അടുത്തു വരുവാൻ ദൈവം ആഗ്രഹിക്കുന്ന വിധത്തിൽ ഒരു ദൈവപൈതൽ ആയിത്തീരേണ്ടതിന് ഒരു അപ്പൻ എന്നുള്ള നിലയിൽ, അപ്പൻ ആഗ്രഹിക്കുന്ന വിധത്തിൽ മക്കൾ വർദ്ധിച്ചു വളരണമെന്ന് ഒരു പിതാവ് ആഗ്രഹിക്കുന്നത് പോലെ നമ്മുടെ ദൈവം ഹല്ലേലൂയ അവൻ താൻ നമ്മുടെ പിതാവാണ്, നമ്മുടെ അപ്പനാണ്. ഹല്ലേലൂയ. അപ്പോൾ ആ ദൈവം ആഗ്രഹിക്കുന്നു തൻ്റെ മക്കൾ ഇന്ന വിധത്തിൽ വർദ്ധിച്ചു വരണം. അപ്പോൾ അതിനുവേണ്ടി ചിലപ്പോൾ ചില പ്രയാസങ്ങൾ ചിലപ്പോൾ ദൈവം അനുവദിക്കും. പക്ഷെ അത് അനുവദിക്കുന്നത് നിന്നെ തകർക്കാനല്ല, നിന്നെ നശിപ്പിക്കാനല്ല. ചില കാര്യങ്ങൾ ദൈവം അനുവദിക്കും. ചില സാമ്പത്തികമായ ഞെരുക്കങ്ങളായിരിക്കാം, ചിലപ്പോൾ ദൈവം അത് അനുവദിക്കും. ശാരീരികമായ ക്ലേശങ്ങളായിരിക്കാം, അത് ദൈവം അനുവദിച്ചതായിരിക്കാം. പക്ഷേ അതിനകത്തൂടെ ദൈവം ആഗ്രഹിക്കുന്ന ഒറ്റ കാര്യമേ ഉള്ളൂ: ദൈവത്തിന് നമ്മളോട് ചിലത് സംസാരിക്കാനുണ്ട്. എങ്ങനെ ദൈവം സംസാരിക്കും? എന്തിനാണ് ദൈവം ഈ പ്രതികൂലം തന്നിട്ടാണോ ദൈവം എന്നോട് സംസാരിക്കുന്നത്? ദൈവത്തിൻ്റെ വചനം ഉടനീളം നമ്മൾ എടുത്തു വെച്ച് പഠിച്ചാൽ ദൈവം തൻ്റെ ഭക്തന്മാരോട് ഇടപെട്ടിട്ടുള്ളതൊക്കെ വലിയ പ്രതിസന്ധിയുടെ ഘട്ടങ്ങളില്ല ദൈവം സംസാരിച്ചിട്ടുള്ളത്. സ്തോത്രം. നമ്മൾ ഏതൊരു വ്യക്തിയുടെ ജീവിതം എടുത്തു നോക്കിക്കോ. ആമേൻ. സ്തോത്രം. വലിയൊരു ശുശ്രൂഷ ചെയ്ത വ്യക്തിയാണ് ഏലിയാവ്. ദൈവം കൊടുത്ത ആലോചന അത് വള്ളി തെറ്റാതെ അതിധൈര്യത്തോടെ, പ്രാഗൽഭ്യത്തോടെ ഒരു ദേശം ഭരിക്കുന്ന രാജ്യത്തിൻ്റെ ഭരണകർത്താവായ രാജാവായ ആഹാബ് എന്ന രാജാവിൻ്റെ മുമ്പിൽ, കൊട്ടാരത്തിൻ്റെ മുമ്പിൽ ചെന്ന് ഹല്ലേലൂയ, ഞാൻ സേവിക്കുന്ന ദൈവമായ യഹോവയാണ്, ഞാൻ പറഞ്ഞിട്ടല്ലാതെ മഴയും മഞ്ഞും പെയ്യത്തില്ല എന്ന് വിളിച്ചു പറയാൻ ധൈര്യം കാണിച്ച ഒരുവൻ. ചില ദിവസങ്ങൾ കഴിഞ്ഞപ്പോൾ ആഹാബിൻ്റെ ഭാര്യയായ ഇസബേല് അവനെ കൊല്ലുവാൻ പദ്ധതിയിട്ടു. ഈ ധൈര്യം കാണിച്ച അതേ വ്യക്തി ഈ ഹല്ലേലൂയ ഈ സ്ത്രീയുടെ കൊലവിളി കേട്ടിട്ട് ഭയപ്പെട്ട് താനൊരു ചൂരച്ചെടിയുടെ തണലിൽ പോയി ഉറങ്ങിക്കിടക്കുന്ന ഒരു ഗുഹയ്ക്കകത്ത് പോയി കിടക്കുകയാണ്. സ്തോത്രം. അവിടെ ദൈവം തനിക്ക് വേണ്ടി തൻ്റെ ദൂതനെ അയക്കുന്നു. തനിക്ക് ആവശ്യമായ ഭക്ഷണം കൊടുത്തിട്ട് പറയുകയാണ്, യിരെമ്യാവേ, നിനക്കിവിടെ എന്താ കാര്യം? യിരെമ്യാവ് പറയും, ഇനി എനിക്ക് മരിച്ചാൽ മതി, കാരണം ആ സ്ത്രീ എന്നെ കൊല്ലാൻ വരുന്നു. ഞാൻ ഇത്രയൊക്കെ ചെയ്തിട്ട് പറ്റുന്നില്ല, സാധിക്കുന്നില്ല, ശുശ്രൂഷയിൽ മുന്നേറാൻ പറ്റുന്നില്ല, ഇനി എനിക്ക് മരിച്ചാൽ മതി എന്ന് പറയുമ്പോൾ ദൈവം പറയുകയാണ്, ഭക്ഷിച്ച് നീ ബലപ്പെടുക, നിനക്ക് ഇനിയും അധികം യാത്ര ചെയ്യുവാനുണ്ട്, നിനക്കിനിയും യാത്ര ചെയ്യും. ഇന്ന് രാത്രി എന്നെ കേൾക്കുന്ന ദൈവത്തിൻ്റെ പൈതലേ, ദൈവത്തിൻ്റെ ദാസിദാസന്മാരെ, നീ ഞെരുങ്ങുന്ന അവസ്ഥയിലാണ്. നിന്നെക്കൊണ്ട് ദൈവത്തിന് ഇനിയും ചില കാര്യങ്ങൾ ചെയ്തെടുക്കുവാനുണ്ട്. വചനം നമുക്ക് ഉറപ്പ് തരികയാണ്, ഞാൻ സകല ജഡത്തിൻ്റെയും ദൈവമായ യഹോവയാണ്, എന്നാൽ കഴിയാത്ത വല്ല കാര്യവുമുണ്ടോ? ഒന്നും അസാധ്യമല്ല. എൻ്റെ ദൈവത്തിൻ്റെ
ഡിക്ഷണറിക്കകത്ത് അസാധ്യം എന്നൊരു വാക്കില്ല. അസാധ്യം എന്നൊരു വാക്കില്ല. ഹല്ലേലൂയ. ദൈവത്തിന് മഹത്വം, ദൈവത്തിന് മഹത്വം. അസാധ്യം എന്നൊരു വാക്ക്, ഒരു ഇമ്പോസിബിൾ എന്നൊരു ശബ്ദം ദൈവിക ഡിക്ഷണറിക്കകത്തില്ല. ഞാൻ സകല ജഡത്തിൻ്റെയും എന്ന് പറഞ്ഞാൽ ഈ ഭൂമുഖത്തുള്ള സകല മനുഷ്യരുടെയും ദൈവം. സ്തോത്രം. അത് ഏതെങ്കിലും പ്രത്യേക വിഭാഗത്തിന്റെ ദൈവം എന്നല്ല, പെന്തക്കോസുകാരുടെ ദൈവം എന്നല്ല, ക്രിസ്ത്യാനികളുടെ ദൈവം എന്നല്ല. വേദപുസ്തകത്തിലെ ദൈവം സകലത്തിന്റെയും ദൈവമാണ്, സകലത്തിന്റെയും ഉടയവനാണ്. അവൻ തനിക്കിഷ്ടമുള്ളതൊക്കെയും ചെയ്യുന്നു. സ്തോത്രം, സ്തോത്രം. ദൈവത്തിന് മഹത്വം. ഹല്ലേലൂയ. സങ്കീർത്തനത്തിൽ നമ്മൾ ഇങ്ങനെയാ വായിക്കുന്നത്. സ്തോത്രം. നമ്മുടെ ദൈവം സ്വർഗത്തിൽ വസിച്ച് തനിക്കിഷ്ടമുള്ളതൊക്കെയും ചെയ്യുന്നു. അവൻ തനിക്കിഷ്ടമുള്ളത് ചെയ്യുന്നു. ദൈവത്തിന് ഇഷ്ടമുള്ളതാണ് ദൈവം ചെയ്യുന്നത്, നമ്മുടെ ഇഷ്ടമല്ല. മറിച്ച് ദൈവത്തിന്റെ ഇഷ്ടം എന്താണോ അതാണ് ഒരു ദൈവത്തിന്റെ പൈതൽ നിവർത്തീകരിക്കപ്പെടേണ്ടത്. പക്ഷെ ഇന്നത്തെ കാലഘട്ടത്തിൽ മനുഷ്യനാകെ തിരിഞ്ഞിരിക്കുക, ആത്മിക ഗോളം മുഴുവനും മാറിമറിഞ്ഞിരിക്കുകയാണ്. ഇവിടെ എന്താ സംഭവിക്കുന്നത്? സ്തോത്രം. മനുഷ്യൻ ചിന്തിക്കുകയാണ്, എന്റെ ഇഷ്ടം, എനിക്ക് ഇന്നിന്ന കാര്യങ്ങൾ. അനേക ദൈവമക്കൾ ദൂരത്തുനിന്നും ചാരത്തുനിന്നും ഒക്കെ ഹല്ലേലൂയ ദൈവമക്കൾ എന്നെ വിളിക്കാറുണ്ട്, പ്രാർത്ഥന ആവശ്യപ്പെടാറുണ്ട്. സ്തോത്രം. അവരൊക്കെ പറയുന്നൊരു കാര്യം, പാസ്റ്ററെ ഇങ്ങനൊരു കാര്യമുണ്ട്, ഇന്നൊരു വിഷയമുണ്ട്, ഞങ്ങൾ ഇന്നൊരു കാര്യത്തിന് വേണ്ടി ആഗ്രഹിക്കുന്നു, ഞങ്ങൾ ഇന്നൊരു വിഷയം വാങ്ങാൻ ആഗ്രഹിക്കുന്നു, ഇന്നത് കൊടുക്കാൻ ആഗ്രഹിക്കുന്നു, ഇന്നൊരു ജോലിക്ക് വേണ്ടി ആഗ്രഹിക്കുന്നു. എല്ലാം മനുഷ്യന്റെ ആഗ്രഹങ്ങളാണ് നിവർത്തിക്കപ്പെടണമെന്ന് എല്ലാവരും ചിന്തിക്കുന്നത്, എല്ലാവരും ആഗ്രഹിക്കുന്നത്. സ്തോത്രം. എൻ്റെ ഇഷ്ടം നിവർത്തിക്കപ്പെടണം. ഞാനൊരു കാര്യം പറയാം. നമ്മുടെ കർത്താവായ യേശു ക്രിസ്തു തന്നെ പിടിക്കുവാൻ സാഹചര്യം ഒരുങ്ങിയിരിക്കുന്ന സമയത്ത് അതിൻ്റെ തലേ രാത്രിയിൽ ഗതസമന തോട്ടത്തിൽ താൻ തൻ്റെ കൂടെ നടന്ന 3.5 വർഷക്കാലം ഒറ്റിപ്പുലർത്തിയ ശിഷ്യന്മാരുമായി പ്രാർത്ഥിക്കുവാനായി കടന്നുപോയി. താൻ കടന്നുപോയത് ഒടുവിലത്തെ അത്താഴം കഴിഞ്ഞിട്ടാണ് കടന്നു പോകുന്നത്. താൻ അപ്പമെടുത്ത് വാഴ്ത്തി നുറുക്കി ഈ ശിഷ്യന്മാർക്ക് എല്ലാവർക്കും കൊടുത്തതിന് ശേഷമാണ് പത്രോസിനും യാക്കോബിനും യോഹന്നാനെയും കൂട്ടിക്കൊണ്ട് ഗതസമന തോട്ടത്തിൽ താൻ പ്രാർത്ഥിപ്പാൻ കടന്നുപോയത്. അവരോട് പറഞ്ഞു, നിങ്ങൾ ഇവിടെ ഇരുന്ന് പ്രാർത്ഥിപ്പിൻ എന്ന് പറഞ്ഞിട്ട് കർത്താവ് അല്പം കൂടി മുന്നോട്ട് പോയി അവിടെ കവിണ്ണു വീണ് തൻ്റെ പിതാവിനോട് താൻ വിളിച്ചപേക്ഷിക്കുന്നു, താൻ പ്രാർത്ഥിക്കുകയാണ്. താൻ അടുത്ത നിമിഷങ്ങളിൽ, അടുത്ത മണിക്കൂറുകളിൽ, അടുത്ത സെക്കൻഡുകളിൽ താൻ നേരിടാൻ പോകുന്ന ശാരീരികവും മാനസികവുമായിരിക്കുന്ന ആ വലിയ ഭാരം, വലിയ പീഡ, ആ വലിയ വേദന തനിക്ക് സഹിക്കാവുന്നതിനപ്പുറമായിരുന്നു. മാനുഷികമായ നിലയിൽ തനിക്കത് സഹിക്കാവുന്നതിനപ്പുറമായിരുന്നു. സ്തോത്രം. ആ ഭാരം താൻ ഏറ്റെടുക്കുകയാണ്. തൻ്റെ പിതാവിൻ്റെ മുമ്പിൽ താൻ ചെന്ന് ആ പിതാവിൻ്റെ ഇഷ്ടം നിവർത്തിപ്പാൻ ഇറങ്ങി വന്ന തൻ്റെ ഏകജാതനായ പുത്രന്റെ പ്രാർത്ഥന, ഗതസമന തോട്ടത്തിലെ പ്രാർത്ഥന. പ്രിയരെ, നമ്മളത് ഇടയ്ക്ക് എടുത്തു വെച്ച് നാം ഒന്ന് വായിച്ച് ധ്യാനിക്കുന്നത് നല്ലതാ. കാരണം നമ്മുടെ പ്രാർത്ഥനാ ശൈലികൾ അവിടെ മാറും. നമ്മുടെ പിരിമുറുക്കങ്ങളും പിടിവാശികളും അവിടെ മാറി നിൽക്കും. സ്തോത്രം. എന്റെ ആഗ്രഹം ഇന്നത് നടക്കണമെന്ന് നമ്മുടെ അകത്ത് വ്യാപരിക്കുന്ന ഒരു നിർബന്ധത്തിന്റെ ആത്മാവുണ്ട്. അതങ്ങ് വിട്ടുപോകാനിടയായിത്തീരും. ആ പ്രാർത്ഥന, യേശുവിന്റെ പ്രാർത്ഥന, ഗതസമന തോട്ടത്തിലെ പ്രാർത്ഥന. സാധാരണ ആ കാര്യങ്ങളൊക്കെ വായിക്കുന്നത് കർത്തൃമേശ എടുക്കുന്ന സമയത്ത് മാത്രമാണ്. ജസ്റ്റ് ഒന്ന് വായിച്ചങ്ങ് വിടത്തേ ഉള്ളൂ. അങ്ങനെയല്ല, വെറുതെ ഇരിക്കും അതൊന്നും എടുത്ത് വെച്ചൊന്ന് വായിക്കണം. സ്തോത്രം. കർത്താവ് ഇങ്ങനെ തന്റെ മാനുഷികതയിൽ താൻ പ്രാർത്ഥിക്കുകയാണ്. ആദ്യം, പിതാവേ, കഴിയുമെങ്കിൽ ഈ പാനപാത്രം എന്നിൽ നിന്ന് അകന്നു പോകട്ടെ. സ്തോത്രം. കഴിയുമെങ്കിൽ ഈ പാനപാത്രം എന്നിൽ നിന്ന് അകന്നു പോകട്ടെ എന്ന് പറഞ്ഞാൽ ഈ ബുദ്ധിമുട്ട്, ഈ പ്രതികൂലം, ഈ വേദന, ഈ ദുഃഖം അത് സഹിക്കുവാൻ എനിക്ക് സാധ്യമല്ല.
കഴിയുമെങ്കിൽ ഇത് എന്നിൽ നിന്നും മാറിപ്പോകട്ടെ എന്ന് യേശു ക്രിസ്തു തന്റെ പിതാവിനോട് അപേക്ഷിക്കുക. എന്നിട്ട് അടുത്ത സെക്കൻഡ് അടുത്ത വാക്യത്തിൽ പറയുകയാണ്, എങ്കിലും എന്റെ ഇഷ്ടമല്ല അങ്ങയുടെ ഇഷ്ടം നിർവർത്തിക്കപ്പെടട്ടെ. തന്റെ ആഗ്രഹം അതാണ്. ഇത് നീങ്ങിപ്പോകുന്നെങ്കിൽ പോകട്ടെ, ഈ പ്രശ്നം ഒഴിഞ്ഞു പോകണമെന്നെങ്കിൽ പോകട്ടെ, ഈ തടസ്സം മാറുന്നെങ്കിൽ അങ്ങ് മാറട്ടെ. സ്തോത്രം. പക്ഷേ പിതാവിന്റെ ഇഷ്ടം എന്താണെന്ന് തിരിച്ചറിഞ്ഞ പുത്രൻ തന്റെ അപ്പനോട് പറയുകയാണ്, പിതാവേ, എന്റെ ഇഷ്ടമല്ല അങ്ങയുടെ ഇഷ്ടം എന്നിൽ നിവർത്തിക്കപ്പെടണം. ഞാൻ മരിക്കണം എന്നുള്ളത്, ഞാൻ തകർക്കപ്പെടണം എന്നുള്ളത്, ഹല്ലേലൂയ, ഞാൻ ഞെരുങ്ങണം എന്നുള്ളത്, ഞാൻ ഈ പ്രതികൂലം അനുഭവിക്കണം എന്നുള്ളത്, ഈ പ്രതിസന്ധി ഞാൻ നേരിടണം എന്നുള്ളത്, ഈ ചെങ്കടൽ എനിക്ക് കടക്കണം എന്നുള്ളത്, ഈ യോർദാൻ എനിക്ക് കടക്കണം എന്നുള്ളത്, ഹല്ലേലൂയ, ഈ മരുഭൂമിയിൽ കൂടെ ഞാൻ യാത്ര ചെയ്യണം എന്നുള്ളത് എനിക്ക് ഇഷ്ടമല്ല. എന്നാൽ സ്വർഗത്തിന് അത് ഇഷ്ടമാണെങ്കിൽ അതാണ് എനിക്കിഷ്ടം, അതാണ് എൻ്റെ ജീവിതത്തിൽ നിവർത്തിക്കപ്പെടേണ്ടത് എന്ന് പ്രാർത്ഥിച്ച നാഥന്റെ ഒരു പ്രാർത്ഥന. ഹല്ലേലൂയ, രക്തം ചെയ്യാം. കർത്താവ് പറയാം, ഞാൻ സകലയിടത്തിന്റെ ദൈവമായ യഹോവ. സ്തോത്രം. തന്റെ പുത്രനെ ലോകത്തിലേക്ക് അയച്ചത് മനുഷ്യനെ നശിപ്പിക്കാനല്ല, രക്ഷിപ്പാനത്രേ. ഞാൻ ഈ ലോകത്തെ നശിപ്പിക്കാൻ വന്നവനല്ല, ഈ ലോകത്തെ വീണ്ടെടുക്കാൻ വന്നവനാ. സ്തോത്രം. തകർന്നു പോകുന്നതിനെ തകർക്കാൻ വന്നതല്ല, അതിനെ പണിയാൻ വന്നതാ. മുങ്ങിപ്പോകുന്നതിനെ മുക്കാൻ വന്നതല്ല, മുങ്ങിപ്പോകുന്നതിനെ താങ്ങി പുറത്തെടുക്കാൻ വന്നതാ. കൈവിട്ടു പോകുന്നതിനെ വിട്ടുപോകാൻ അനുവദിക്കാൻ വന്നവനല്ല, അതിനെ തേടിപ്പിടിക്കാൻ വന്നവനാ ഞാൻ. കാണാതെ പോയത് പോകട്ടെ എന്ന് ചിന്തിക്കാൻ വന്നവനല്ല ഞാൻ. ഹല്ലേലൂയ, അതിനെ തേടി അന്വേഷിച്ച് കണ്ടുപിടിക്കാൻ വന്നവനാ ഞാൻ. വചനം പറയുന്നു, ഞാൻ സകല ജഡത്തിന്റെ ദൈവമായ യഹോവ. എന്നെ കേൾക്കുന്ന പ്രിയരെ, മേലാൽ കേൾക്കാനുള്ളവരെ, സകലരുടെയും ദൈവമാണ് എന്റെ ദൈവം. സ്തോത്രം. ഏതെങ്കിലും പ്രത്യേക സമൂഹത്തിന്റെ ദൈവമല്ല, സകല ജഡത്തിന്റെയും, മനുഷ്യനായി പിറന്ന സകല മനുഷ്യരുടെയും ദൈവം. ആ ദൈവത്തെ നമ്മളൊന്ന് അറിയണം കേട്ടോ. ഒരിക്കൽ അറിഞ്ഞു എന്ന് കരുതിയതുകൊണ്ട് കാര്യമായില്ല, ഒരിക്കൽ അറിഞ്ഞു എന്നതുകൊണ്ട് കാര്യമായില്ല. കർത്താവിൻ്റെ ജീവിതത്തിലേക്ക്, കർത്താവ് നമ്മെ പഠിപ്പിച്ച കാര്യങ്ങളിലേക്ക് കഴിവതും നമ്മളൊന്ന് ഇറങ്ങിച്ചെല്ലുന്നത് നല്ലതാണ്. നമ്മളെ വചനത്തിൻ്റെ ആഴങ്ങളിലേക്കൊന്ന് ഇറങ്ങിച്ചെല്ലുന്നത് നല്ലതാ. സ്തോത്രം. പക്ഷെ ഇന്നത്തെ കാലഘട്ടത്തിൽ ആർക്കും വചനം വേണ്ട. വചനം, ദൈവത്തിന്റെ വചനം കേൾക്കാൻ ഭൂരിഭാഗം ആളുകളും ഇഷ്ടപ്പെടുന്നില്ല. സ്തോത്രം. ദൈവത്തിന് മഹത്വം. എന്നാൽ ഞാനൊരു കാര്യം പറയാം. തിബരിയാസ് കടപ്പുറത്ത് കർത്താവ് നിൽക്കുമ്പോൾ, ലൂക്കോസിന്റെ സുവിശേഷം 5-ാം അധ്യായം അതിന്റെ 1-ാമത്തെ വേദഭാഗം മുതൽ നമ്മൾ പഠിക്കുമ്പോൾ, ആ തിബരിയാസ് കടപ്പുറത്ത് നിരാശയിൽ നിൽക്കുന്ന ഒരു കൂട്ടം ആളുകൾ, പത്രോസ്, യാക്കോബ്, യോഹന്നാൻ, അങ്ങനെയുള്ള കുറച്ചാളുകൾ, അവർ തലേ ദിവസം രാത്രി മീൻ പിടിക്കാൻ പോയതാ. പക്ഷെ ഒന്നും കിട്ടിയില്ല. ഈ പ്രഭാതം അവർ മടങ്ങി വന്ന് അവരവിടെ ഇരിക്കുക. വല കഴുകി മടക്കിക്കൊണ്ടിരിക്കുമ്പോൾ കർത്താവ് ആ പടകിൽ കയറി. കർത്താവ് വരുന്നത് കണ്ടിട്ട് ഒരു ജനക്കൂട്ടം ആ കരയിൽ നിൽപ്പുണ്ടായിരുന്നു. ഒരു വലിയൊരു ജനക്കൂട്ടം ആ കരയിൽ നിൽക്കുന്നു. സ്തോത്രം. ആ ജനക്കൂട്ടത്തിന്റെ ആവശ്യം എന്തായിരുന്നു? അവിടെ വ്യക്തമായിട്ട് എഴുതിയിട്ടുണ്ട്. ആ ജനക്കൂട്ടത്തിന് ആവശ്യം ദൈവവചനം കേൾക്കേണ്ടതിന് ഒരു കൂട്ടം ജനം അവിടെ കടന്നു വന്നു. ദൈവവചനം കേൾക്കുവാൻ മനുഷ്യന്റെ അകത്ത് ആഗ്രഹമുണ്ടാകണം. സ്തോത്രം. ദൈവവചനമാണ് നമ്മെ ജീവിപ്പിക്കുന്നത്. അതുകൊണ്ടാണ് ഇവിടെ കർത്താവ് യിരെമ്യാവിനോട് പറയുന്നത്, ഞാൻ സകല ജഡത്തിന്റെ ദൈവമായ യഹോവയാ, എനിക്ക് അസാധ്യമായതൊന്നുമില്ല, എനിക്ക് എന്നാൽ കഴിയാത്ത കാര്യമൊന്നുമില്ല.
യിരെമ്യാവേ, നിന്നെ കൊണ്ട് കഴിയാത്ത ഒത്തിരി കാര്യങ്ങളുണ്ട്. നിനക്ക് ഈ മുഴുവൻ ജനത്തെ മുന്നോട്ട് കൊണ്ടുപോകുവാനോ ഒന്നും നിനക്ക് സാധിക്കില്ല. പക്ഷേ എനിക്ക് കഴിയാത്തതായിട്ടൊന്നുമില്ല. സ്തോത്രം. അത് നിന്നെ കൊണ്ട് ഞാൻ ചെയ്യിപ്പിക്കുവാൻ ഞാൻ സർവശക്തനാ. കർത്താവ് പറഞ്ഞതിന്റെ ഹല്ലേലൂയ രഹസ്യം അതാണ്. സ്തോത്രം. കർത്താവ് പറയുന്നു, ഞാൻ തെരഞ്ഞെടുത്തിരിക്കുന്ന വ്യക്തികളെ കൊണ്ട് അവരിലൂടെ അവർ മുഖാന്തരം ദൈവം പ്രവർത്തിപ്പാൻ സർവശക്തനാണ്. സ്തോത്രം. ഇന്ന് രാത്രി എന്നെ കേൾക്കുന്ന പ്രിയരെ, ദൈവത്തിന്റെ പരിശുദ്ധാത്മാവ് എന്നെ കൊണ്ട് പറയിപ്പിക്കുന്ന ഈ വചന നിമിത്തം ഇപ്പോൾ കേൾക്കുന്നവരും മേലാൽ കേൾക്കാനിരിക്കുന്നവരുമായവരുടെ ജീവിതത്തിൽ, അവരുടെ ജീവിതത്തിന്റെ ഏതൊക്കെയോ മേഖലകളിൽ ഈ വചനം ഇറങ്ങിച്ചെന്ന് പ്രവർത്തിപ്പാൻ എന്റെ ദൈവം സർവശക്തനാണ്. നീ ഭാരപ്പെടുന്ന ഏത് വിഷയമാണോ, അത് ശാരീരികമാകാം, മാനസികമാകാം, ഭൗതികമാകാം, സാമ്പത്തികമാകാം, രഹസ്യമാകാം, പരസ്യമാകാം, മാനസികമാകാം, ശുശ്രൂഷപരമായിട്ടുള്ളതാകാം, എന്തു തന്നെയുമാകട്ടെ, ഹല്ലേലൂയ, അതിനകത്ത് ഇറങ്ങിച്ചെന്ന് പ്രവർത്തിപ്പാൻ ആർക്കും, ആ വിഷയത്തിനകത്ത് ഇറങ്ങാൻ ആർക്കും കഴിയില്ല. ഒരു വ്യക്തിക്കും കഴിയില്ല. ഈ ലോകത്തിലെ ഒരു മനുഷ്യർക്കും കഴിയില്ല. നമ്മുടെ സ്വന്തം ബന്ധുമിത്രാദികൾക്ക് കഴിയില്ല. സുഹൃത്ത് ബന്ധങ്ങൾക്ക് കഴിയില്ല. ഭരണകൂടങ്ങൾക്ക് കഴിയില്ല. എന്നാൽ കഴിയുന്ന ഒരുവനുണ്ട്. ഹല്ലേലൂയ. അവന്റെ പേരാണ് യേശു ക്രിസ്തു. അവന്റെ പേരാണ് യേശു ക്രിസ്തു. ഹല്ലേലൂയ. കർത്താവ് പറഞ്ഞു, എന്നാൽ കഴിയാത്ത വല്ല കാര്യവുമുണ്ടോ? സ്തോത്രം. ഹല്ലേലൂയ. ബാബിലോണിലെ സൈന്യം നിങ്ങളെ വളയട്ട്. ഇസ്രായേലിനോട് പറയുക, ബാബിലോണിലെ സൈന്യം നിങ്ങളെ വളയട്ട്. നീ മാനസികമായി അതുകൊണ്ട് നീ പിരിമുറുകണ്ട. എനിക്ക് നിന്റെ മേലൊരു നോട്ടമുണ്ട്. ഞാൻ നിനക്ക് സുരക്ഷയൊരുക്കും. അതുകൊണ്ട് വചനം പറയുന്ന സങ്കീർത്തനം 23 പറയും, ശത്രു മുമ്പാകെ മേശയൊരുക്കുന്ന ഒരു ദൈവം. ശത്രു മുമ്പ് നിന്നെ തകർക്കാൻ, നിന്നെ നശിപ്പിക്കാൻ പദ്ധതിയിട്ടവരുടെ മുമ്പിൽ നിനക്ക് ഹല്ലേലൂയ ശ്രേഷ്ഠമായ ഒരു ഭോജ്യം, ശ്രേഷ്ഠമായ ആഹാരം, ശ്രേഷ്ഠമായ കോതമ്പ് കൊണ്ട് പോഷിപ്പിക്കുന്ന ഒരു ദൈവം. ഹല്ലേലൂയ. സ്തോത്രം. ആ ദൈവത്തെയാ നമ്മൾ സേവിക്കുന്നത്. സ്തോത്രം. ഹല്ലേലൂയ. ഈ കടപ്പുറത്ത് നിൽക്കുമ്പോൾ കർത്താവ് ഈ ജനക്കൂട്ടത്തോട് പറയുക, വചനം പങ്കുവെച്ചു. അവർക്ക് ആവശ്യമായ ദൂതുകളൊക്കെ കൊടുത്തു. അതെല്ലാം കഴിഞ്ഞപ്പോഴാണ് പത്രോസിന്റെ പടകിലേക്ക് കർത്താവ് തിരിഞ്ഞ് അവനോട് സംസാരിക്കുന്നത്. ആദ്യം അവനോട് പറഞ്ഞു, കരയിൽ നിന്ന് അല്പം നീക്കണം മുന്നോട്ട്. സ്തോത്രം. സംസാരിച്ച് തീർന്നപ്പോൾ പറയുകയാണ്, ആഴത്തിലേക്ക് നീക്കി വലയിറക്കുക. സ്തോത്രം. ഇന്ന് രാത്രി ചിലരോട് ദൈവാത്മാവ് പറയുകയാ, നിന്റെ പ്രാർത്ഥനയുടെ ആഴങ്ങളിലേക്ക് നീ ഇറങ്ങാൻ തയ്യാറായാൽ, ദൈവിക കൂട്ടായ്മയുടെ ആഴങ്ങളിലേക്ക്, വചനത്തിന്റെ ആഴങ്ങളിലേക്ക്, പ്രാർത്ഥനയുടെ ആഴങ്ങളിലേക്ക്, പരിശുദ്ധാത്മാവിന്റെ ശക്തിയുടെ ആഴങ്ങളിലേക്ക്, ഹല്ലേലൂയ, വിശ്വാസത്തിന്റെ ആഴങ്ങളിലേക്ക്, ആരാധനയുടെ ആഴങ്ങളിലേക്ക് നീ ഇറങ്ങാൻ നീ റെഡിയായാൽ, ഇന്ന് വരെ നിനക്ക് ലഭിച്ചിട്ടില്ലാത്ത ഹല്ലേലൂയ നന്മകൾ, ആത്മികവും ഭൗതികവുമായ നന്മകളെ സ്വർഗം നിറയ്ക്കുവാൻ സർവശക്തനായ ദൈവമാണെന്ന് ഇന്ന് രാത്രി പരിശുദ്ധാത്മാവ് നിങ്ങളോട് സംസാരിക്കുക. സ്തോത്രം. ഹല്ലേലൂയ. രക്തത്താൽ ജയം. എന്റെ ദൈവത്തിന് അസാധ്യമായത് യാതൊന്നുമില്ല, യാതൊന്നുമില്ല. സ്തോത്രം. മോശയെ തന്റെ അടുക്കൽ വിളിച്ചു. 80-ാമത്തെ വയസ്സിലാണ് മോശയെ വിളിക്കുന്നത്. ഇന്നത്തെ കാലഘട്ടത്തിലായി ആ മോശയുടെ 80 വയസ്സ് പ്രായമുള്ള ഇന്ന് ആരെങ്കിലും ഉണ്ടെങ്കിൽ സത്യം പറഞ്ഞാൽ എഴുന്നേക്കാൻ പോലും കെൽപ്പ് കാണത്തില്ല. പക്ഷെ മോശ 80-ാം വയസ്സിൽ നല്ല ആരോഗ്യവാനാണ്. അവൻ 120-ാമത്തെ വയസ്സിൽ ഹല്ലേലൂയ, കർത്താവ് അവന് അടക്കുമ്പോഴും അവൻ ആരോഗ്യമുള്ളവനാ. അവന്റെ കണ്ണ് മങ്ങിയില്ല, അവന്റെ കണ്ണ് മങ്ങിയില്ല എന്നാണ് എഴുതി വെച്ചിരിക്കുന്നത്. സ്തോത്രം. അപ്പൊ 120 വയസ്സുള്ളപ്പോഴും മോശ നല്ല ആരോഗ്യവാനാ. മോശയെ ദൈവം വിളിക്കുന്നത് ഒരു മുൾപ്പടർപ്പിൽ
അഗ്നിയുടെ രീതി, അഗ്നി പകർന്ന് തീ കത്തുമ്പോൾ ആ തീക്കകത്തു നിന്നാണ് ദൈവം മോശയോട് സംസാരിക്കുന്നത്. ഒരു മുൾപ്പടർപ്പ് അവിടെ ഒരുക്കിയിട്ടുണ്ടായിരുന്നു. അത് മുമ്പേ ഉള്ള മുൾപ്പടർപ്പാണ്. പക്ഷെ ആ മുൾപ്പടർപ്പ് കത്തുന്നത് ആദ്യമായിട്ടാണ്. പക്ഷെ അത് കത്തി ചാമ്പലാകുന്നില്ല. നിന്റെ ജീവിതത്തിലും ചിലപ്പോൾ ചില രോഗങ്ങൾ, ഇതുപോലെ മുൾപ്പടർപ്പ് പോലുള്ള ചില സാഹചര്യങ്ങൾ, ജീവിതത്തിന്റെ പ്രതിസന്ധി ഘട്ടങ്ങളിൽ ഹല്ലേലൂയ സ്തോത്രം, ഇതെങ്ങനെ ഈ മുള്ളെന്നെ കുത്തുന്നല്ലോ, ഹല്ലേലൂയ, ഇതുവരെ എന്നെ കുത്തുന്നില്ലായിരുന്നു, ഇപ്പോൾ ഇതെന്നെ കുത്താൻ തുടങ്ങിയിരിക്കുന്നു, ഹല്ലേലൂയ, ഇത് മാറുന്നില്ലല്ലോ, ഇത് കത്തിക്കരിഞ്ഞു പോകുന്നില്ലല്ലോ എന്നൊക്കെ ഓർത്ത് ആരെങ്കിലും ഭാരപ്പെടുന്നെങ്കിൽ ദൈവത്തിന് പറയാൻ ഒറ്റ കാര്യമേ ഉള്ളൂ, എൻ്റെ കർത്താവിന് പറയാൻ ഒറ്റ കാര്യമേ ഉള്ളൂ, ഹല്ലേലൂയ, ഈ മുൾപ്പടർപ്പിൽ നിന്നുകൊണ്ട് എനിക്ക് നിന്നോട് ചിലത് സംസാരിക്കാനുണ്ട്. എനിക്ക് നിന്നോട് ചിലത് സംസാരിക്കാനുണ്ട്. ഞാൻ അനുവദിച്ചിരിക്കുന്ന മുൾപ്പടർപ്പാണിത്. ഈ ക്രൂശ് മരണം ഞാൻ അനുവദിച്ചതാണ്. ഈ വേദന, ഈ രക്തമൊഴുക്കേണ്ടത്, ഈ കഷ്ടത, ഈ ഞെരുക്കം ഞാൻ ചിലത് അനുവദിച്ചതാണിത്. ഹല്ലേലൂയ. എന്നാൽ അതിനകത്ത് നിന്നുകൊണ്ട് എനിക്ക് നിന്നോട് ചിലത് സംസാരിക്കാനുണ്ട്. ഹല്ലേലൂയ. വചനം പറയുന്നു, യാക്കോബിന്റെ ലേഖനത്തിൽ നമ്മൾ ഇങ്ങനെ വായിക്കുന്നു, ദൈവത്തോട് അടുത്ത് ചെല്ലുവിൻ, എന്നാൽ അവൻ നിങ്ങളോട് അടുത്ത് വരും. ദൈവത്തോട് അടുത്ത് ചെല്ലാൻ നമുക്ക് കഴിയണം. ദൈവത്തോട് അടുത്ത് ചെന്നെങ്കിൽ ദൈവം നമ്മളോട് അടുത്ത് വരത്തുള്ളൂന്നേ. സ്തോത്രം. ദൈവത്തോട് ഫസ്റ്റ് സ്റ്റെപ്പ് നമ്മളാണ് വെക്കേണ്ടത്. ആദ്യത്തെ സ്റ്റെപ്പ് വെക്കേണ്ടത് ഒരു ദൈവ പൈതല, മനുഷ്യനാണ് ആദ്യത്തെ സ്റ്റെപ്പ് വെക്കേണ്ടത്. നമ്മൾ അകത്തിരുന്ന് ഓർഡർ കൊടുക്കുക ദൈവത്തിന്, ദൈവമേ നീ എന്ന കാര്യം ഇന്ന രീതിയിൽ ചെയ്യണമേ. നമ്മൾ ദൈവത്തിന് ഡയറക്ഷൻ കൊടുക്കുക. സ്തോത്രം. നമ്മൾ ഒരു ഡ്രോയിങ് ഉണ്ടാക്കിയിട്ട് അത് നമ്മൾ കർത്താവിന് കൊടുക്കുക. എന്നാൽ കർത്താവ് കാണിക്കുന്ന ഡ്രോയിങ് കാണുവാൻ, ആ സ്കെച്ചൊന്ന് കാണുവാൻ നമുക്ക് സാധിക്കുന്നില്ല. 40 ദിവസം സീനായി മലമുകളിൽ ദൈവം മോശയെ വിളിച്ച് കയറ്റുമ്പോൾ അവന്റെ കയ്യിൽ ഒന്നുമില്ല. ഒരു വടിയും കൊണ്ട് കയറിപ്പോയവനാ, ഒരു വടിയും കുത്തിപ്പിടിച്ച് കയറിപ്പോയവൻ. സ്തോത്രം. കർത്താവ് പറഞ്ഞവിടെ കൊടുക്കുക പല കാര്യങ്ങളും. പ്രമാണങ്ങൾ എഴുതി കൊടുത്തു. പ്രമാണങ്ങൾ മാത്രമല്ല എഴുതി കൊടുത്തത്, ഒരു വലിയൊരു കൂടാരം, ദൈവത്തിന് വസിക്കത്തക്കവണ്ണം ഒരു കൂടാരം നീ പണിയണം എന്നുള്ള കൂടാരത്തിന്റെ മുഴുവൻ സ്കെച്ചും ദൈവം അവന് കൊടുക്കുകയാണ്. ദൈവം, യഹോവയായ ദൈവം തന്നെ കാണിച്ച മാതൃക പ്രകാരം ആ കൂടാരം ഖദിരമരം കൊണ്ട് ഒരു സമാഗമന കൂടാരം ഉണ്ടാക്കണമെന്ന് പറഞ്ഞ് പ്രമാണം കൊടുക്കുമ്പോൾ അതിന്റെ ഓരോരോ കാര്യങ്ങളും, ഒരു ചെറിയ സ്ക്രൂ മുതൽ മേൽക്കൂര മുതൽ സകല വിഷയങ്ങളും A to Z, അതിലടിക്കേണ്ട കളർ എന്താണ്, എങ്ങനെയുള്ള സ്ക്രൂ ആണ് അതിന് കൊടുക്കേണ്ടത്, എവിടെയൊക്കെ സ്ക്രൂ കൊടുക്കണം, എത്ര വാതിലുകൾ വേണം, എത്ര കതകും ജനലും വേണം, അത് ഏത് രീതിയിലാണ് ഉണ്ടാക്കേണ്ടത്, എങ്ങനെ അതിന് ഉപയോഗപ്രദമാക്കി എല്ലാവർക്കും ഉപയോഗിക്കത്തക്ക വിധത്തിൽ അത് പണിയപ്പെടണം. എല്ലാവർക്കും ഉപയോഗിക്കത്തക്കവണ്ണം പണിയപ്പെടണമെങ്കിൽ എന്റെ ഇഷ്ടപ്രകാരം പണിതാൽ അത് പണി നടക്കുകയില്ല. അത് എനിക്ക് മാത്രമേ പ്രയോജനപ്പെടൂ. അത് സ്വർഗത്തിന് നന്നായിട്ടറിയാം. അതുകൊണ്ടാണ് സ്വർഗത്തിലെ ദൈവം മോശയ്ക്കൊരു സ്കെച്ച് കൊടുത്തു, ഒരു അടയാളം കൊടുത്തു, ഹല്ലേലൂയ, ഒരു ഡ്രോയിങ് പണിത് കൊടുത്തു, പറഞ്ഞു ഇന്ന രീതിയിൽ നീ അത് പണിയണം. ഓരോ പണി കഴിയുമ്പോഴും ഹല്ലേലൂയ അവിടെ ഹല്ലേലൂയ എഴുതി വെച്ചു. യഹോവയായ ദൈവം കാണിച്ച മാതൃക പ്രകാരം, ദൈവം താൻ കാണിച്ച പ്രകാരമാണോ നിന്റെ ജീവിതം മുന്നോട്ട് പോകുന്നത്? ദൈവം കാണിച്ച മാതൃക പ്രകാരമാണോ നിന്റെ ശുശ്രൂഷകൾ മുന്നോട്ട് പോകുന്നത്? ദൈവം കാണിച്ച മാതൃക പ്രകാരമാണോ നിന്റെ പ്രാർത്ഥനാ ജീവിതം? ദൈവം കാണിച്ച മാതൃക പ്രകാരമാണോ നിന്റെ ആരാധനാ ജീവിതം? ഹല്ലേലൂയ. ഉടമാന ഘടകമന ഹംധര വൈരവന ദൈവം കാണിച്ച മാതൃകയാണോ? സമാഗമന കൂടാരത്തിന്റെ ഓരോ കാര്യങ്ങളും, ഓരോ പാർട്ടുകളും പണി തീർന്നു വരുമ്പോൾ
അതിന്റെ പണി കഴിയുമ്പോൾ അവിടെ എഴുതി വച്ചു, ദൈവം കാണിച്ച, യഹോവയായ ദൈവം കാണിച്ച മാതൃക പ്രകാരം. സ്തോത്രം. പുതിയ നിയമത്തിൽ അപ്പോസ്തലനായ പത്രോസ് ഇങ്ങനെ എഴുതി വെച്ച തന്റെ ലേഖനത്തിൽ, അവൻ നമുക്ക് നല്ലൊരു മാതൃക കാണിച്ചു പോയിരിക്കുന്നു. ആര്? കർത്താവായ യേശു ക്രിസ്തു. കർത്താവായ യേശു ക്രിസ്തു കാണിച്ച ഒരു മാതൃക. ആ മാതൃക പ്രകാരമാണ് ഒരു ആത്മിക ജീവിതം പണിതെടുക്കേണ്ടത്. സംഘടന പറയുന്നതല്ല പ്രമാണം, സ്വർഗം പറയുന്നതാ പ്രമാണം. വചനം എന്താണോ പറയുന്നത് അതാണ് പ്രമാണം. ഹല്ലേലൂയ. അവരും ഇവരും പറയുന്നതല്ല പ്രമാണം. കർത്താവ് കൊടുത്തിരിക്കുന്ന ഒരു മാതൃകയുണ്ട്, കർത്താവ് കാണിച്ചിരിക്കുന്ന ഒരു മാതൃകയുണ്ട്. ആ മാതൃക എന്താ? വീണ് കിടക്കുന്നവനെ ചവിട്ടിത്താഴ്ത്തുന്ന മാതൃകയല്ല, വീണ് കിടക്കുന്നവനെ കൈപിടിച്ച് എഴുന്നേൽപ്പിച്ച് അവന്റെ നരിയാണികളെ ഉറപ്പിക്കുന്ന ഒരു അഭിഷേകത്തിന്റെ ശക്തി. അതാ പത്രോസും യാക്കോബും യോഹന്നാനും ഒക്കെ ചെയ്തത്. ഹല്ലേലൂയ. അയ്യോ, ഇവൻ മുടന്തനല്ലേ? ഇവൻ ഞങ്ങളുടെ കൂടെ ആലയത്തിൽ വന്നാൽ ആലയം അശുദ്ധമാകും, ഇങ്ങനെയുള്ളവർക്ക് പ്രവേശനമില്ല. ഇവൻ കുളിച്ചിട്ട് നാളുകളേറെയായി. ഇവന്റെ വസ്ത്രം കണ്ടില്ലേ? കീറിപ്പറിഞ്ഞ വസ്ത്രമാ, ചെളിയ, നാറ്റം വെച്ചിട്ട് വയ്യ. ഇവനെ പ്രാർത്ഥനാ ഹാളിലേക്ക് കയറ്റാൻ പാടില്ല, ഇവനെ ആരാധനാലയത്തിലേക്ക് കയറ്റാൻ പാടില്ല, ഇവനെ വീട്ടിനകത്തേക്ക് കയറ്റാൻ പാടില്ല. നാറുന്നു. അവനെ മാറ്റി നിർത്ത്. അയ്യോ, അവൻ കറുത്തവനാണ്, അവൻ ഇന്ന ജാതിക്കാരനെ മാറ്റി നിർത്ത്. എന്റെ ദൈവത്തിന് അസാധ്യമായത് ഒന്നുമില്ല. വചനം പറയുന്നു, ഞാൻ സകല ജഡത്തിന്റെയും ദൈവമായ യഹോവയല്ലോ. ശമനധര ഘടകമന ഹംധര വൈഡപ്രൗഢി. സകല ജഡത്തിന്റെയും ദൈവമായ ഒരു ദൈവത്തെ നാം ആരാധിക്കുമ്പോൾ എനിക്കും നിനക്കും എന്തിനാ പക്ഷപാതം? ഹല്ലേലൂയ. ദൈവത്തിന് മഹത്വം. കാണാതെ പോയ ഒരു ആട്ടിൻകുട്ടിയെ 99 കൂടെ ഉണ്ടല്ലോ, അത് മതിയെന്ന് നിശ്ചയിക്കുവാൻ കർത്താവിന് കഴിയത്തില്ലേ? ഇന്നത്തെ ഭൂരിഭാഗം ഇടയന്മാരും ചെയ്യുന്നത് ഇതേ പണിയല്ലേ? എന്നാൽ കർത്താവ് കാണിച്ച മാതൃക പ്രകാരമാണോ നിനക്ക് തന്നിരിക്കുന്ന കൂട്ടായ്മയെ നീ പണിയുന്നത്? പരിശുദ്ധാത്മാവ് കാണിച്ചിരിക്കുന്ന രീതിയിലാണോ നീ പണിയുന്നത്? സ്തോത്രം. രക്തം ജയമെടുക്കുന്നു, രക്തത്താൽ ജയം, രക്തത്താൽ ജയം. കൃപ കൃപ കൃപ. 99 ഇവിടെ വിട്ടിട്ട് കാണാതെ പോയ ഒരെണ്ണത്തിന്റെ പുറകെ പോയി. ഇന്നത്തെ ഇടയന്മാർ പറയും, ഓ അവരങ്ങ് പോട്ടെന്ന്, അവരിവിടെ ഇരുന്നിട്ടും വലിയ പ്രയോജനമൊന്നുമില്ല, അവര് ദശാംശമൊന്നും ഇടാറില്ല, അവരുടെ കയ്യിലൊന്നുമില്ലല്ലോ. അവർക്ക് നമ്മൾ അങ്ങോട്ട് കൊടുക്കണം, അതുകൊണ്ട് അവരങ്ങ് പോട്ടെന്നെ. അവരങ്ങ് പോട്ടെ. സ്വതന്ത്രം. എന്റെ കർത്താവ് കാണിച്ചത് അങ്ങനെയല്ല കേട്ടോ. 19 ഞാൻ സകല ജഡത്തിന്റെ ദൈവമായ യഹോവ. സകലത്തിന്റെയും, ആ കഴിവില്ലാത്തവന്റെയും ദൈവമായ എന്റെ ദൈവം, ആ മുടന്തനായവന്റെയും ദൈവമായ എന്റെ ദൈവം, ആ കുരുടനായ ബർത്തിമായിയുടെയും ദൈവമായ എന്റെ ദൈവം. ആ ദൈവം സൗന്ദര്യമുള്ളവരുടെ മാത്രം ദൈവമല്ല, ബൈബിളിന്റെ ദൈവം ആരോഗ്യമുള്ളവരുടെ മാത്രം ദൈവമല്ല. അവൻ ക്ഷീണിച്ചിരിക്കുന്നവന്റെ ദൈവമാ, അവൻ ബലഹീനന്റെയും ദൈവമാ. അവൻ വെളുത്തവന്റെ മാത്രം ദൈവമല്ല, അവൻ കറുത്തവന്റെയും ദൈവമാ. സ്തോത്രം. അതുകൊണ്ടാണ് ആ കറുത്ത് കരിക്കട്ട പോലെ ഇരുന്ന മനുഷ്യൻ പാടത്തുനിന്ന് പണി കഴിഞ്ഞ് ദേഹത്ത് മണ്ണും ചേറും ചെളിയുമായി കടന്നു വരുമ്പോൾ യഹൂദന്മാർ അവനെ നിർബന്ധിച്ചു, പടയാളികൾ അവനെ നിർബന്ധിച്ചു, പൊക്കടാ, ക്രൂശ് പൊക്കടാ എന്ന് പറഞ്ഞു. നിർബന്ധത്താലെങ്കിലും അവൻ ആ ക്രൂശ് പിടിച്ചു പൊക്കി. യാതൊരു യോഗ്യതയും ഇല്ലായിരുന്നു, പക്ഷെ നിർബന്ധം, അനേകരുടെ നിർബന്ധം, ആ നിർബന്ധത്താൽ താൻ ക്രൂശ് ചുമന്നെങ്കിൽ ഹല്ലേലൂയ, പിന്നത്തേതിൽ തന്റെ തലമുറകൾ മാനിക്കപ്പെട്ടു, വേദപുസ്തകത്തിൽ എഴുതി ചേർത്തു. ക്രിസ്തു കർത്താവിൽ പ്രസിദ്ധരായ ഹല്ലേലൂയ അലക്സാന്ദ്രോസും റൂഫോസും, ഓ ഗ്ലോറി ഇൻ ദ നെയിം ഓഫ് ജീസസ്. ഹല്ലേലൂയ. രക്തം ജയം. ആ ക്രൂശ് പുറകിൽ നിന്ന് അവൻ ചുമക്കുമ്പോൾ
മുമ്പിൽ നിന്ന കർത്താവ് തിരിഞ്ഞവനെ ഒന്ന് നോക്കി. കർത്താവിനറിയാം ഈ ക്രൂശ് പച്ചപ്പൈൻ മരം കൊണ്ട് നിർമ്മിച്ചതായ ഈ മരക്കഷണം ചുമക്കുവാൻ എനിക്ക് കഴിയുന്നില്ല. ഈ പാവപ്പെട്ടവൻ പകലന്തിയോളം വേല ചെയ്ത് തന്റെ ശരീരവും മനസ്സും ക്ഷീണിച്ച് കടന്നു വന്നിരിക്കുകയാ. താൻ വീട്ടിലേക്ക് പോകുന്ന വഴിയിൽ ഈ ആൾക്കൂട്ടം കണ്ടിട്ടൊന്ന് കടന്നു വന്നതാ, എന്താണ് സംഭവമെന്നൊന്ന് കാണാൻ. പക്ഷേ അത് അവൻ ആപത്തായി മാറിയെങ്കിൽ ഹല്ലേലൂയ, അവന്റെ മാനുഷികമായ നിലയിൽ അത് അവന് ഹല്ലേലൂയ ഉൾക്കൊള്ളാൻ കഴിഞ്ഞില്ലെങ്കിലും നിർബന്ധത്താൽ അവൻ ആ ക്രൂശ് ചുമന്നത് നിമിത്തം അവന്റെ തലമുറ മാനിക്കപ്പെട്ടു. തലമുറയുടെ പേര് ഹല്ലേലൂയ വേദപുസ്തകത്തിൽ എഴുതി ചേർത്തു പരിശുദ്ധാത്മാവ്. ചുടമാന ഘടകമന ഹംധര വൈഡമന ഹർത്തകന. ഹല്ലേലൂയ. ക്രിസ്തു കാണിച്ചതുപോലെ ദൈവം താൻ കാണിച്ച മാതൃക പ്രകാരം പണിയുന്ന കൂടാരത്തിലാണ് ദൈവത്തിന്റെ സാന്നിധ്യം ഇറങ്ങുന്നത്. സ്തോത്രം. ഹല്ലേലൂയ. അതുകൊണ്ടാണ് മോശെ പണിയുമ്പോഴൊക്കെ ഓരോ പണിക്കും ഓരോ സ്ക്രൂ കയറ്റുമ്പോഴും മോശ അവിടെ ശ്രദ്ധിക്കും. ഹല്ലേലൂയ. ദൈവത്തിന് മഹത്വം. ഹല്ലേലൂയ. കാരണം ദൈവം കാണിച്ച മാതൃക അതിനകത്ത് മാനുഷികമായ ഒരു ഹല്ലേലൂയ ഒരു പൊടി സ്ക്രൂ പോലും അതിനകത്ത് കയറാൻ പാടില്ല. മാനുഷികമായത് യാതൊന്നും അതിനകത്ത് തിരുമിക്കറ്റാൻ പാടില്ല. സ്തോത്രം. സഭയെ പണിയുന്നത് പരിശുദ്ധാത്മാവിന് പണിയാൻ നീ വിട്ടുകൊടുക്കാത്തിടത്തോളം കാലം മറ്റുള്ളവർ അതിന്മേൽ ആണിയടിക്കും. സ്തോത്രം. ജുഡമാന ഘടകമന. പരിശുദ്ധാത്മാവ് സ്വർഗം കാണിച്ചതുപോലെയാണ് നീ പണിയുന്നതെങ്കിൽ ഒരു ശക്തിക്കും വ്യക്തിക്കും കഴിയത്തില്ല അതിന്മേൽ ഒരാണിയടിക്കാൻ. സ്തോത്രം. ക്രിസ്തു കാണിച്ച മാതൃക, അവൻ നമുക്ക് നല്ലൊരു മാതൃക കാണിച്ചു തന്നിച്ചു പോയിരിക്കുന്നു. ആ മാതൃക നാം പിന്തുടരേണ്ടതാകുന്നു. നാം അത് പിന്തുടരണം. പത്രോസ് അപ്പോസ്തലൻ അത് വ്യക്തമായിട്ട് എഴുതി വെച്ചു. നാം അത് പിന്തുടരണം. സ്തോത്രം. ഇന്ന് രാത്രി എന്നെ കേൾക്കുന്ന പ്രിയരെ, നിന്നെ സ്വർഗം കണ്ടിരിക്കുക. സ്വർഗം നിന്നെ കണ്ടിരിക്കുക. മോശയെ ദൈവം സ്വർഗം കണ്ടതുപോലെ ദൈവം കണ്ടിരിക്കുക നിന്നെ. ഹല്ലേലൂയ. രക്തം ജയം. നിന്നെ കണ്ടത് എന്തിനാണെന്ന് എനിക്കറിയില്ല. പക്ഷെ ഒരു കാര്യം ഉറപ്പാ, ദൈവത്തിന് നിന്നോട് ചിലത് പറയാനുണ്ട്, നിന്നെ കൊണ്ട് ചിലത് ചെയ്തെടുക്കാനുണ്ട്. അതിനുവേണ്ടി നീ നിന്നെ തന്നെ ഒന്ന് ഒരുക്കി മുന്നോട്ട് പോകാൻ തയ്യാറായാൽ ദൈവം നിന്റെ ജീവിതത്തിൽ വൻ കാര്യങ്ങൾ ചെയ്യും. ഞാൻ സകല ജഡത്തിന്റെ ദൈവമായ യഹോവയല്ലോ, എന്നാൽ കഴിയാത്ത വല്ല കാര്യവുമുണ്ടോ? ദൈവത്തിന് അസാധ്യമായത് യാതൊന്നുമില്ല. സ്തോത്രം. ദൈവത്തിന് അസാധ്യമായത് യാതൊന്നുമില്ല. ഒരു ശമര്യക്കാരി സ്ത്രീയുടെ അടുത്ത് ഹല്ലേലൂയ ആ യെരിഹോവിലേക്ക് പോകുന്ന വഴിയിൽ ആ കിണറിന്റെ അടുത്ത് വന്നിരുന്ന യോഹന്നാൻ 4 നമ്മൾ വായിക്കുന്നു. ആ ശമര്യക്കാരി സ്ത്രീയുമായിട്ട് ഒട്ടനവധി കാര്യങ്ങൾ അവിടെ ചർച്ച ചെയ്യുന്നു കർത്താവ്. കാര്യങ്ങളൊക്കെ നമുക്കറിയാം. പക്ഷെ അവൾ ആ സത്യം തിരിച്ചറിഞ്ഞപ്പോൾ, പിതാവിനെ നമസ്കരിക്കുന്നവർ ആത്മാവിലും സത്യത്തിലും ആരാധിക്കണമെന്നുള്ള ആ വലിയ സത്യം, ഞാനാകുന്നു മശിഹ, നിന്റെ മുമ്പിൽ നിൽക്കുന്ന ഞാനാകുന്നു മശിഹ എന്നുള്ള വലിയൊരു വെളിപ്പാട് അവളുടെ ഉള്ളിലേക്ക് കർത്താവ് പകർന്നു കൊടുത്തപ്പോൾ, ജീവിതത്തിൽ ഹല്ലേലൂയ വളരെ വർഷങ്ങളായി നാളുകളെ താൻ ചുമന്നുകൊണ്ട് നടന്നിരുന്ന ആ വൻഭാരമെന്ന കുടം താൻ യേശുവിന്റെ പാദത്തിൽ ഇറക്കി വയ്ക്കാനിടയായി തീർന്നു. യേശു തന്നെ ലോകരക്ഷകനെന്ന്, യേശു തന്നെ വീണ്ടെടുപ്പുകാരൻ, യേശു തന്നെ സത്യം, വഴി, ജീവൻ എന്ന് തിരിച്ചറിയുന്ന ഒരു വ്യക്തി താൻ ചുമന്നുകൊണ്ട് നടക്കുന്ന പാരമ്പര്യത്തിന്റെ ഭാരങ്ങൾ, ജീവിതത്തിന്റെ ഭാരങ്ങൾ, മാനസികമായ സംഘർഷങ്ങൾ എല്ലാം യേശുവിന്റെ ക്രൂശിങ്കൽ ഇറക്കി വെച്ചിട്ട് അവനെ കുറിച്ച് ഘോഷിക്കാൻ അവൾ ആ ഗ്രാമത്തിൽ കടന്നുപോയി. മുഴുവൻ ഗ്രാമവും അവളുടെ പിന്നാലെ യേശുവിനെ കാണാൻ വന്നതുപോലെ ഇന്ന് അനേകരെ ഹല്ലേലൂയ ഭാരതത്തിന്റെ മുക്കിലും മൂലയിലും ദൈവം അനേകരെ ഒരുക്കിക്കൊണ്ടിരിക്കുകയാണെന്ന് ഇന്ന് രാത്രി ഞാൻ ആത്മാവിൽ വിളിച്ചു പറയട്ടെ. ക്രിസ്തു കാണിച്ചതുപോലെ ദൈവം കാണിച്ച മാതൃക പ്രകാരം നീ പണിതാൽ അനേകർ നീ നിമിത്തം അനേകർ കർത്താവിലേക്ക് ആദായപ്പെടും. നീ നിമിത്തം ആദായപ്പെടാൻ ഇടയായിത്തീരും. ഹല്ലേലൂയ.
നമുക്ക് പേരും പ്രശസ്തിയും വേണ്ട. നമ്മൾ മനുഷ്യനെ പ്രസാദിപ്പിക്കുന്നവരാകണ്ട. ഒരു മനുഷ്യനെയും പ്രസാദിപ്പിക്കണ്ട. ഒരു കള്ളപ്രവചനവും പറഞ്ഞ് ആരുടെയും പോക്കറ്റ് അടിക്കണ്ടെന്നേ. സ്തോത്രമല്ലേ. വചനം പ്രസംഗിച്ചിട്ട് പട്ടിണി കിടക്കേണ്ടി വന്നാലും പ്രശ്നമില്ല. സ്വർഗമാണ് അതിന്റെ ഉത്തരവാദി. ആ ഉത്തരവാദിത്തം ദൈവത്തിനറിയാം. നിനക്ക് വേണ്ടി വഴി തുറക്കുവാൻ. സ്തോത്രം. നിന്നെ വാലല്ല തലയാക്കാം, നിന്നെ ഉഗാണ്ടയ്ക്ക് വിടാം, അമേരിക്കയ്ക്ക് വിടാം, അങ്ങനെ ചെയ്യും ഇങ്ങനെ ചെയ്യുമെന്ന് കള്ളപ്രവചനങ്ങൾ വേണ്ടെന്നേ. ദൈവം പറയാത്തതൊന്നും പറയണ്ടെന്നേ. ഹല്ലേലൂയ. രക്തം ക്ഷയമെടുക്കുന്നു, രക്തത്താൽ ക്ഷയമെടുക്കുന്നു. രാജകന ഘടകമന. ഞാൻ സകല ജഡത്തിന്റെയും ദൈവമായ യഹോവയൽ. ഞാൻ സകല ജഡത്തിന്റെയും ദൈവമായ യഹോവ. ദൈവത്തിന് അസാധ്യമായത് യാതൊന്നുമില്ല. പ്രിയരെ, ദൈവത്തിങ്കിലേക്കൊന്ന് അടുത്തു വരാൻ നിങ്ങൾക്ക് കഴിയുമോ? യേശുവിലേക്കൊന്ന് അടുത്തു വരാൻ കഴിയുമോ? യേശു തന്നെ ലോകരക്ഷകൻ. അവനെ കൈക്കൊണ്ട് അവന്റെ നാമത്തിൽ വിശ്വസിക്കുന്ന ഏവർക്കും ദൈവമക്കളാകുവാൻ അവൻ അധികാരം കൊടുക്കുന്നു, പവർ കൊടുക്കുന്നു, അധികാരം കൊടുക്കുന്നു. ഹല്ലേലൂയ. രക്തം ജയം. ആ യേശു എനിക്കും നിനക്കും വേണ്ടി ക്രൂശിൽ പിടഞ്ഞു മരിച്ച് അവസാനത്തുള്ളി രക്തം വരെ ഊറ്റിത്തന്നത് ഞാനും നീയും നശിച്ചു പോകാതിരിക്കാനാ. ഹാലന്റെ ഏകജാതനായ പുത്രൻ വിശ്വസിക്കുന്ന ഏവനും നശിച്ചു പോകാതിരിക്കേണ്ടതിന് ദൈവം ഈ ലോകത്തെ സ്നേഹിച്ചു. നിന്നെ സ്നേഹിച്ചു. നീ ജനിക്കുന്നതിന് മുന്നമേ, നീ നിന്റെ അമ്മയുടെ ഉദരത്തിൽ ഉരുവാകുന്നതിന് മുന്നമേ നീ ഇല്ല, ഞാനും നീയും ഇല്ല. ഹല്ലേലൂയ. സ്തോത്രം. എന്നെ നിന്നെ കുറിച്ച് ഹല്ലേലൂയ നമ്മുടെ മാതാപിതാക്കൾ, നമ്മുടെ പൂർവന്മാരൊക്കെ ബഡ്ജറ്റ് തയ്യാറാക്കുന്നതിന് മുന്നമേ, ഈ ലോക സ്ഥാപനത്തിന് മുന്നമേ കണ്ട ഒരു സ്വർഗം കാണിച്ച മാതൃക പ്രകാരം ഹല്ലേലൂയ സീനായി മലയിൽ ഇറങ്ങി വന്ന് മോശയ്ക്ക് ദൈവം അത് കാണിച്ചു കൊടുക്കുക, വരച്ചു കൊടുക്കുക. മോനെ, ഇന്ന പ്രകാരം നീ അതിനെ പണിയണം, അതിൽ ഒരു മായം ചേർക്കാൻ പാടില്ല. സ്തോത്രം. രക്തം ക്ഷയമെടുക്കുന്നു, രക്തത്താൽ ക്ഷയം. ഹല്ലേലൂയ. 2 പെട്ടകമാണ് അവിടെ പണിതത്. ഒന്ന് ഉൽപ്പത്തി പുസ്തകത്തിൽ ഗോഫർ മരം കൊണ്ട് നോഹ മുഖാന്തരം പണിയപ്പെട്ടൊരു പെട്ടകം. അതും ദൈവം കാണിച്ചതുപോലെയാ പണിതത്, ദൈവം പറഞ്ഞു കൊടുത്തതുപോലെയാ പണിതത്. ഇവിടെ ദൈവത്തിന് വസിക്കാനൊരു പെട്ടകം, ദൈവത്തിന് സമയങ്ങളിൽ ഇറങ്ങി വന്ന് പ്രവർത്തിക്കാൻ ദൈവത്തിന്റെ സാന്നിധ്യം. ഹല്ലേലൂയ. ആ യാഗപീഠത്തിലൊക്കെ ഇറങ്ങി വരുമ്പോൾ സ്വർഗത്തിൽ നിന്ന് അഗ്നി ഇറങ്ങി യാഗവസ്തുവിനെ ഒക്കെ ദഹിപ്പിക്കുന്ന ഒരു അനുഭവമുണ്ട്. ഹല്ലേലൂയ. ഓ, രക്തം ജയം. എന്തുകൊണ്ടാണ് അങ്ങനെ സംഭവിച്ചതെന്നറിയാമോ? മലമുകളിൽ ഹല്ലേലൂയ ഓരബ് പർവ്വതത്തിൽ ദൈവം മോശയ്ക്ക് കാണിച്ചു കൊടുത്ത ആ മാതൃക പ്രകാരം പണിതത് കൊണ്ട് ദൈവത്തിന്റെ സാന്നിധ്യം സമയങ്ങളിൽ ആ കൂടാരത്തിനകത്ത് ഇറങ്ങി വന്നുകൊണ്ടിരുന്നത്. ഇന്ന് പലരുടെയും ജീവിതത്തിൽ ദൈവ സാന്നിധ്യം എന്തുകൊണ്ടാണ് വെളിപ്പെടാത്തതെന്നറിയാമോ? സ്വന്തം ഇഷ്ടപ്രകാരം, സ്വന്തം ബുദ്ധിക്കൊത്തവണ്ണം ഹല്ലേലൂയ നികൃഷ്ട ജീവികളായ അനേകർ ജീവിക്കുന്നത് കൊണ്ട് ദൈവത്തിന്റെ പ്രവൃത്തി അവരുടെ ജീവിതത്തിൽ വെളിപ്പെടുന്നില്ല. ഹല്ലേലൂയ. രക്തം ജയം. ദൈവം കാണിച്ച മാതൃക പ്രകാരം നിന്റെ പ്രാർത്ഥനാ ജീവിതത്തെ നീ പണിതെടുത്താൽ, ദൈവം കാണിക്കുന്ന മാതൃക പ്രകാരം, ദൈവം പറഞ്ഞതുപോലെ ക്രിസ്തു നമുക്ക് വേണ്ടി കാണിച്ച ആ മാതൃക പ്രകാരം ഒരു നല്ല ക്രിസ്തീയ ജീവിതം മുന്നോട്ട് കൊണ്ടുപോയാൽ സ്വർഗം നമുക്ക് വേണ്ടി ഇറങ്ങി വന്ന് പ്രവർത്തിക്കുന്ന ദൈവമാണെന്ന്, ഞാൻ സകല ജഡത്തിന്റെ ദൈവമായ യഹോവയല്ലോ, എന്നെയാൽ കഴിയാത്ത ഒന്നുമില്ലെന്ന് ഇന്ന് രാത്രി നീ വിശ്വസിക്കുക. വിശ്വസിച്ചാൽ നീ ദൈവത്തിന്റെ മഹത്വം കാണും. ഹല്ലേലൂയ. സ്തോത്രം. കല്ലറയ്ക്കകത്ത് കിടക്കുന്ന 4 ദിവസമായി കാണും. നാറ്റം വരുന്നുണ്ടെന്ന് ലോകക്കാർ വിലക്ക പറയും, സ്വന്തക്കാർ പറയും നാറ്റം വെച്ച നീ അങ്ങോട്ട് പോകണ്ടെന്ന് പറയും. ഹല്ലേലൂയ. ഇനി ഗുരുവിനെ ബുദ്ധിമുട്ടിക്കണ്ട, കുഞ്ഞു മരിച്ചുപോയി, അവൻ പോണ വഴിക്ക് പോട്ടെ എന്ന് പലരും പറയും. ഹല്ലേലൂയ. ഇതൊന്നും കേട്ട് മാറിപ്പോകുന്നവനല്ല എന്റെ ദൈവം. എന്റെ ദൈവം പറയുന്നത്, ഞാൻ സകല ജഡത്തിന്റെയും ദൈവമായ യഹോവ. നീ ജീവനറ്റ് കിടക്കുകയാണോ? ഞാൻ നിന്റെ ദൈവമാ. ഹല്ലേലൂയ. ഞാൻ നിന്നെ അവിടെ നിന്ന് എഴുന്നേൽപ്പിക്കാൻ കഴിവുള്ള ദൈവമാ. നിന്റെ നിർജീവാവസ്ഥയിൽ നിന്ന് എഴുന്നേൽപ്പിക്കാൻ കഴിവുള്ളവനാ ഞാൻ. സ്തോത്രം. ദൈവത്തിന് മഹത്വം, ദൈവത്തിന് മഹത്വം, ജീവത്തിന് മഹത്വം, ദൈവത്തിന് മഹത്വം. രക്തം ജയമെടുക്കുന്നു, രക്തത്താൽ ജയം. അസ്ഥിത്താഴ്വരയിലേക്ക് കൂട്ടിക്കൊണ്ടുവന്ന യെസക്കിയേൽ കണ്ടത് ഉണങ്ങി നാറ്റം വെച്ച് കിടക്കുന്ന അസ്ഥികഷ്ണങ്ങളെയാണ്. വലിയൊരു താഴ്വര. ആ അസ്ഥിത്താഴ്വരയുടെ 4 ചുറ്റിലും അതിന്റെ ചുറ്റുപാടുകളിലൊക്കെ ആത്മാവ് അവനെ നടത്തി.
എന്നിട്ട് അവനോട് ചോദിക്കുകയാണ്, ഈ അസ്ഥികൾ ജീവിക്കുമോ? ഈ അസ്ഥികൾ ജീവിക്കുമോ? യെഹെസ്കേലിന്റെ സ്ഥാനത്ത് നമ്മളാണെങ്കിൽ പറയും, ഒരു രക്ഷയില്ല പാസ്റ്റർ, ഇനി അവിടെ പോയിട്ട് ഒരു പ്രയോജനവുമില്ല, ഇനി ആ കുടുംബത്തിലേക്ക് പോകണ്ട, ഇനി ആ വ്യക്തിക്ക് വേണ്ടി പ്രാർത്ഥിക്കണ്ട, ഇനി ആ നാട്ടിലേക്ക് പോകണ്ട, ആ ഗ്രാമത്തിലേക്ക് പോകണ്ട, അയാളെ കാണാൻ പോകണ്ട, അവിടെ ഇനി വിളിക്കണ്ട, ആരെയും വിളിക്കണ്ട. ഇങ്ങനെയൊക്കെ പറഞ്ഞ് ഒഴിവ് തടവുകളൊക്കെ പറഞ്ഞ് ഒഴിഞ്ഞു പോകുന്ന മനുഷ്യർ നമ്മളൊക്കെ ആയിരിക്കുമ്പോൾ യെഹെസ്കേൽ പറയുകയാണ്, യഹോവേ നീ അറിയുന്നു. കാരണം എന്താണെന്നറിയാമോ? അവൻ സകല ജഡത്തിന്റെ ദൈവമായ യഹോവയാ. ദൈവത്തിന് അസാധ്യമായതൊന്നുമില്ലെന്നേ, ദൈവത്തിന് കഴിയാത്തതൊന്നുമില്ല. ഉണങ്ങിയ അസ്ഥികൾക്ക് ജീവൻ കൊടുക്കാൻ, വലിയൊരു സൈന്യമായി ഉയർത്താൻ ദൈവത്തിന് പദ്ധതിയുണ്ടെങ്കിൽ, നിന്റെ ജീവിതത്തിൽ ഉണങ്ങി ശുഷ്കിച്ചു പോയെന്ന് ലോകം വിധിയെഴുതിയ ചില മേഖലകൾ എന്നെ കേൾക്കുന്ന പ്രിയ സഹോദര സഹോദരി, നിന്റെ ജീവിതത്തിനകത്ത് ഇറങ്ങി വന്ന് പ്രവർത്തിപ്പാൻ എന്റെ ദൈവത്തിന് പദ്ധതിയുണ്ടെന്ന് ഇന്ന് രാത്രി നീ വിശ്വസിച്ചാൽ ദൈവത്തിന്റെ മഹത്വം കാണും. യേശുവിന് അധികാരമുള്ള നാമത്തിൽ ഇന്ന് രാത്രി ജയമെടുക്കുക. ദൈവത്തിന് സകലതും കഴിയും. ഇമ്പോസിബിൾ എന്നൊരു വാക്ക് ദൈവത്തിന്റെ ഡിക്ഷണറിക്കകത്തില്ല. അസാധ്യം എന്നൊരു വാക്ക് എൻ്റെ ദൈവത്തിന്റെ ഡിക്ഷണറിക്കകത്തില്ല. സ്തോത്രം. ആ ദൈവത്തെങ്കിലും ആശ്രയിക്കാം.